നമസ്കാരം പ്രിയപ്പെട്ടവരെ. മതമാണ് പ്രശ്നം. മതത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് മനുഷ്യനായി കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മതമില്ലാതെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ടല്ലേ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഒന്നാന്തരം തീട്ടമാണ് ഈ ഹാർപ്പിക് എന്ന് പറയുന്ന ഒരു പരനാറി. കാരണം ഇവന് ആ ഒരു പേര് പോലും യോജിക്കുന്നില്ല. അതിലും വളരെ മോശമായിട്ടുള്ള എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് മാത്രമേ ഈ പരമചെറ്റയ്ക്ക് ചേരത്തുള്ളൂ. അത് പറയാനായിട്ടുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു മാതാവ് മരണപ്പെടുമ്പോൾ ഇവനെ പോലെ കാട്ടുമൃഗത്തിനുണ്ടായിട്ടുള്ള മാത്രമേ ഇത്തരത്തിലൊരു കമന്റ് ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സങ്കടത്തോടുകൂടിയാണ് പറയുന്നത്. അല്ല, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെയാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മൾ കാണുന്നില്ലേ. അവരില്ലാതാകുമ്പോഴുള്ള ഒരു വേദന ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു വേദന തന്നെയാണ്. മനുഷ്യനായി പിറന്ന ഒരാൾക്കും ഇടാൻ പറ്റാത്ത ഒരു കമന്റ്, ഈ നാറി ഇട്ടിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ്: ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ, ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക്. ഈ ഒരു കമന്റ് ഞാൻ വായിച്ചപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഹൃദയം വരെ വേദനിക്കുന്നുണ്ടാവും. കാരണം അത് മനുഷ്യനായതുകൊണ്ട് മാത്രം, അല്ലെ, മൃഗവുമല്ല മനുഷ്യനുമല്ല. ഈ മാതാവ് ഇവനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്പോഴും ഓർക്കുക. കാരണം ഇവനെപ്പോലുള്ള ഒരു അസുര ജന്മത്തിന് ജന്മം നൽകിയ എൻ്റെ ഗർഭപാത്രം ഞാൻ ഇല്ലാണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ മാതാവിൻ്റെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് അത് അവരുടെ മകൾ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിലൊരു പരാമർശമിട്ട ഈ പരനാറിക്ക് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് കൊടുക്കുന്ന ആ ഒരു മറുപടിയില്ലേ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഇപ്പോഴുള്ള പരനാറികളെ നമ്മൾ സൂക്ഷിക്കണം. കാരണം സംഘപരിവാറിനും കാസയ്ക്കും വേണ്ടി അവരുടെ ആസനം നക്കി വെളുപ്പിക്കുന്ന ഈ ചെറ്റ ശരിക്കും അവരെ പോലും ഊമ്പിച്ച് ജീവിക്കുന്ന. കാരണം ഇവന് പണമല്ലാതെ ഇവന് വേറെ യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല എന്നുള്ളത് ഇവന്റെ പല വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആരിഫ് ഹുസൈന്റെ പോസ്റ്റ് കണ്ട നമ്മള് പടച്ചവന് നന്ദി പറയേണ്ട നിമിഷം ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ കാണുമ്പോഴാണ്. പടച്ചവൻ ഇവനെ പോലൊന്നും നമ്മളെ ആക്കിയില്ലെന്ന് ആലോചിക്കുമ്പോഴാണ്. ഇവന്റെ ഒന്നും മനോഭാവത്തിൽ നമ്മളൊന്നും ആക്കിയില്ലെന്നല്ല. ഞാൻ 10 മാസം വയറ്റിൽ ചുമന്ന ഉമ്മ മരണപ്പെടുമ്പം ഒരു നിരീശ്വരവാദി എന്ന ലേബൽ ജീവിക്കുന്ന യുക്തിവാദി മോർച്ചക്കാരനായ ആരിഫ് ഹുസൈന്റെ പോസ്റ്റാണ്: ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ മരിച്ചിട്ടും വിട്ടില്ല. നമ്മൾ പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മൃഗാവസ്ഥയിലേക്കായി പോകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ മനുഷ്യരും ബുദ്ധിയുള്ളവൻ, ചിന്തയുള്ളവൻ മനസ്സിലാക്കേണ്ടതാ. എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി. ആദരാഞ്ജലികൾ. മരിച്ചിട്ട് പോലും ആ ഉമ്മാനെ വെറുതെ വിട്ടില്ല. അൽഹംദുലില്ലാ, പടച്ചോൻ ഇവനെ പോലും നമ്മളെ ആക്കിയില്ലല്ലോ. സത്യത്തിൽ ആരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ല. ഒരു ചോദ്യമാണ്, ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ലേ, സ്വന്തം മകനെ തള്ളി പറഞ്ഞില്ല എന്ന്. ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞ മതം മാറിയതിനൊന്നുമല്ല. മതം മാറിയതിനാണ് ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞ. ആരിഫ് ഹുസൈൻ മൃഗമായതിനാണ്. അതായത് ആരിഫ് ഹുസൈൻ ഇസ്ലാം മതത്തിൽ നിന്നും അവൻ ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു നിരീശ്വരവാദിയായെന്ന് വിചാരിക്കുക. അങ്ങനെ ലോകത്ത് എത്രയോ ആളുകൾ അങ്ങനെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ അങ്ങനെ പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആരിഫ് ഹുസൈൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോളോട് തോള് ചേർന്ന് ജീവിക്കുന്ന ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസൽമാനെയും എത്രത്തോളം മാനസികമായി ഇവന്റെയൊക്കെ വർത്തമാനം കാരണം അകറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർക്ക് സങ്കടം. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും മനുഷ്യരെ തമ്മിൽ പരസ്പരം എന്തെങ്കിലും ഒരു മുട്ടുസൂചിയുടെ ഉപകാരം സമൂഹത്തിനുണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കേണ്ടത്. മനുഷ്യ സമൂഹത്തിന് എന്തെങ്കിലും മുട്ടുസൂചിയുടെ ഉപകാരമുള്ളൊരു വർത്തമാനം ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വിദ്വേഷവും ഈ വൈരാഗ്യവും മുസൽമാൻ മറ്റു സമൂഹങ്ങളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം, അവരെ പുകയേക്കാൻ പാടില്ല, അവരെ മണമേക്കാൻ പാടില്ല എന്നൊക്കെയാണ് എന്തെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചു. എന്തെല്ലാം കള്ളത്തരങ്ങൾ, എത്ര ഞാൻ തന്നെ പൊളിച്ചടിക്കേറ്റുണ്ട്. എന്തിനു പറയണം? ഒരു സനാതന ധർമ്മിയായ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ ചെന്ന് ജിഹാദ് എന്നുള്ള തീവ്രവാദമാണ് തെളിയിക്കാൻ നോക്കിയപ്പോൾ ഖുർആൻ ഓതി രാഹുൽ ഈശ്വർ വരെ മറുപടി പറഞ്ഞ് മുട്ടുകുത്തിച്ചില്ലേ? ആകെപ്പാൻ അവരെ മുമ്പിൽ നാറി മെഴുകിയില്ലേ ഈ ആരിഫ് ഹുസൈൻ? ഇങ്ങനെ മൃഗമായ ഒരു മനുഷ്യനെയാണ് ഉമ്മ വെറുത്തത്. അല്ലാതെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ മകനെയല്ല, മകൻ മൃഗമായപ്പോഴാണ് മകന് വെറുത്തുപോയത്. ഒരു ഉപകാരവുമില്ലാത്ത സമൂഹത്തിൽ ഒരു തരത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയാത്ത നിർഗുണനായതിനാണ് എതിർത്തത്. അതിനാ ഉമ്മാനെ എന്ത് ചെയ്തു? 10 മാസം ചുമന്ന ഉമ്മാനെ അവൻ മരണപ്പെട്ടപ്പോ പറയാ ഉമ്മ ജിഹാദി ഉമ്മാന്ന്. അല്ലാ റബ്ബേ, നമ്മൾ ഒറ്റാകരേ ഉള്ളൂ. മരിക്കുന്നത് വരെ ഈ അവസ്ഥയിലേക്കോ നമ്മുടെ മക്കളെയോ ഒന്നും ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ മൃഗമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ എന്നുള്ളതാണ്. ജീവിക്കാൻ വേണ്ടി, പള്ള നിറക്കാൻ വേണ്ടി, സമൂഹത്തിൽ സർവ്വ അംഗീകാരം കിട്ടാൻ വേണ്ടി, ഭരണീയരായ ആളുകളുടെ തടലിൽ എന്നും ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ആരെയൊക്കെ തള്ളി പറയണം,
ആരെയൊക്കെ തള്ളിക്കളയണം, എന്തെല്ലാം വൃത്തികേടുകൾ പറയണം എന്നെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തണുത്ത തെളിനീര്, സ്നേഹത്തിന്റെ തെളിനീരുണ്ടാക്കുന്ന ഒരു വർത്തമാനമെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ, ഏതെങ്കിലും ഒരു വാക്കിൽ കാണിച്ചു തരാൻ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് സാധിക്കുമോ? അതുകൊണ്ടാണ് യുക്തിവാദി മക്കളാകുമ്പം അവൻ ശാസ്ത്രചിന്ത ഉണ്ടാകുമല്ലോ, അവൻ കുറച്ചൊക്കെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുമെന്നല്ല എല്ലാവരുടെയും പേടി എന്നുള്ളത്. അവൻ മൃഗമായി പോകുന്നുണ്ട്. അവനെ കൊണ്ട് പിന്നെ ഒരു ഗുണമില്ല. നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ഏതൊരു ഹോസ്പിറ്റലും ഏത് സാമൂഹിക സംവിധാനങ്ങളും നിങ്ങൾ നോക്കിക്കോ, എല്ലാത്തിലും ഇവിടെയുള്ള മതവിശ്വാസികളുടെ പങ്കാളിത്തം വളരെ ഏറെയാണ്. അവിടെ ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു, അത് ഏത് സംഘടനയാട്ടെ, ഏത് മതവിശ്വാസികളുടെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പേരിനകത്തുണ്ടാവും. ഈ യുക്തിവാദികൾ ഇക്കാലമത്തെ ഇവിടെ പ്രവർത്തിച്ചിട്ട് ഏത് മനുഷ്യന് ഒരു നിക്കറിന്റെ ഉപകാരം ഇവനെ കൊണ്ടൊക്കെ ഉണ്ടാ, ഒരു നിക്കറിന്റെ, ഒരു വള്ളി ട്രൗസറിന്റെ, അതിന്റെ അനാസ്റ്റിക്കിന്റെ ഉപകാരം ഇവനെ കൊണ്ടൊക്കെ ഉണ്ടാ. ഇങ്ങനെ രാവിലെ ഒരു വൈകുന്നേരം വരെയൊക്കെ ലോകത്ത് പല പ്രതിഭകളും കണ്ടുപിടിച്ച അതിന്റെ പുറത്ത് കയറിയിരുന്ന അവകാശവാദം പറഞ്ഞ് ഞങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഒരു എന്തുണ്ടാക്കി? ഈ കാലം അത്രയും ഈ രവിചന്ദ്രനൊക്കെ പ്രസംഗിച്ചു നടന്നു. ഈ മതവിമർശനം നടത്തി, മതം ഉള്ളത് കൊണ്ട് മതവിമർശനം നടത്തിയാണ് ഇവരൊക്കെ ജീവിച്ചത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കൊതുകിന്റെ ചിറകെങ്കിലും? അതുകൊണ്ട് ഒരുത്തൻ യുക്തിവാദി ആയതുകൊണ്ട് അവന്റെ അമ്മ അല്ലെങ്കിൽ അവന്റെ ഉമ്മ തള്ളി പറയുന്നതല്ല, അവൻ മൃഗമായി പോയതിലാണ് വിഷമം. ഓക്കെ, സ്വന്തം മകനെ ഓർത്ത് നീറി ജീവിച്ച ഉമ്മ, സ്വന്തം മകൻ എന്തെങ്കിലും മനുഷ്യനാകുന്ന പ്രതീക്ഷയിൽ ജീവിച്ച ഉമ്മ, ഒടുവിൽ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. ജന്നാത്തു നഈമിൽ അള്ളാഹു അവരെയും നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരുടെ സഹനത്തിന് അള്ളാഹു വലിയ അജ്റുൻ അദീമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിളിച്ചു പറയാനായിട്ട് പ്രാപ്തയാക്കിയതേ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഈ നൽകിയിട്ടുള്ള ആ മാതാവാണ്. ആ മാതാവിന്റെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇവനെപ്പോലുള്ളൊരു അസുര വിത്ത് ആ ഗർഭപാത്രത്തിൽ ജനിക്കുമ്പോൾ അവരറിഞ്ഞു കാണില്ലല്ലോ ഇവൻ ഈ സമൂഹത്തോട് കാണിക്കാൻ പോകുന്ന ഇതൊക്കെയാണെന്നുള്ളത്. കാരണം സ്വന്തം മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നവൻ പിന്നെ ജനിച്ച മതത്തെ കുറിച്ചിട്ട് പിന്നെ എന്താ പറയാൻ പോകുന്നത്? ഇതിലും അപ്പുറമായിരിക്കും അവൻ പറയാൻ പോകുന്നത്. ഇനി ഇവന്റെ നാവിന് കൂച്ചുവലങ്ങിടണം. അത് ഇവിടുത്തെ മതപണ്ഡിതന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ സമുദായത്തിൽ ജനിച്ചിട്ടുള്ള ആളുകളായിക്കോട്ടെ. ഇനി ഇവൻ ഒരിക്കലെങ്കിലും വന്നിരുന്നുകൊണ്ട് തെമ്മാടിത്തരോ തെണ്ടിത്തരോ പറഞ്ഞാൽ, ഈ നായിക്ക് തല്ല് കിട്ടാത്തതിന്റെ സോക്കേട് മാത്രമാണ് ഞാൻ ഈ കാണുന്നത്. ഇനി ഇതിന്റെ പേരിൽ ഇനി എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഈ പരനാറിയ ഇവൻ ഇപ്പൊ മറ്റേതെങ്കിലും മതവിവാദത്തെ കുറിച്ചിട്ട് ഒരക്ഷരവും മിണ്ടിയാണ്ടല്ലോ ഇവന്റെ കിടുങ്ങാമണി വെട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള നല്ല ആൺകുട്ടികളുണ്ട്. അതുകൊണ്ട് ഇവന് നല്ല വ്യക്തമായിട്ട് ഇവനറിയാം സമുദായത്തെ കുറിച്ച് പറഞ്ഞു. ഇവൻ പറയാറുണ്ടല്ലോ അന്യ സമുദായത്തെ വെട്ടിക്കൊല്ലണം, മറ്റേതാക്കണം, മറിച്ചതാക്കണമെന്ന്. ഇവനറിയാം ഈ സമുദായത്തെ കുറിച്ച് എത്രയൊക്കെ വിമർശിച്ചാലും ഒരു നുള്ളു മണ്ണ് പോലും എടുത്ത് ഇവന്റെ ദേഹത്ത് ഇടത്തില്ല എന്നുള്ളത്. അത് വായനട്ടമല്ല, അത് ഈ മതം പഠിപ്പിക്കുന്നോണ്ടാ. 1, 2, 3 ആളുകൾ ഈ മതം വിട്ടുപോയിട്ട് നാസ്തികരെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സംഘികൾക്കും ക്രിസംഖികൾക്കും വേണ്ടി അവന്റെ കാല് മുതൽ അങ്ങ് നെറുകം തലവരെ നക്കി വെളുപ്പിക്കുന്ന ആണും പെണ്ണും കെട്ട ശിഖണ്ഡി വർഗത്തിൽപ്പെട്ട ഇതുപോലുള്ള പുഴുത്ത ജീവികൾക്ക് മാത്രമേ സ്വന്തം മാതാവിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. പുഴുത്ത് ജീവിക്കുന്നത് നമുക്കത് കാണാൻ സർവശക്തനായിട്ടുള്ള തമ്പുരാൻ അത് കാണിച്ചു തരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അടുത്തൊരു വീഡിയോ കാണാം.